ന്യായാധിപന്മാർ 1-ാം അധ്യായം 1 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. കാനാൻ ദേശത്തെ വിജാതിയർ ജോഷുവയുടെ മരണത്തിന് ശേഷം കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിന്റെ സന്നിധിയിൽ ആരാഞ്ഞു. കർത്താവ് പറഞ്ഞു, യൂദാ ആദ്യം പോകട്ടെ, ഇതാ ഞാൻ ആ ദേശം അവനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. യൂദാ സഹോദരനായ ശിമെയോനോട് പറഞ്ഞു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രദേശത്തേക്ക് എന്നോട് കൂടി വരിക, കാനാന്യരോട് നമുക്ക് പോരാടാം. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോട് കൂടി പോരാം. ശിമെയോൻ അവനോട് കൂടി പുറപ്പെട്ടു. യൂദാ യുദ്ധം ചെയ്തു. ദൈവം കാനാന്യരുടെയും ഫരിസേയരുടെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ 10,000 പേരെ ബസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി. ബസേക്കിൽ വെച്ച് അതോനി ബസേക്കിനോട് അവർ യുദ്ധം ചെയ്തു. കാനാന്യരെയും ഫരിസേയരെയും പരാജയപ്പെടുത്തി. അതോനി ബസേക്ക് പലായനം ചെയ്തു. അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലുകൾ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. അതോ ബിസേക്ക് പറഞ്ഞു, കൈകാലുകളുടെയും പെരുവിരലുകളുടെയും ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എൻ്റെ മോശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പിറക്കി തിന്നിരുന്നു. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു. അവർ അവനെ ജെറുസലേമിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് അവൻ മരിച്ചു. യൂദാഗോത്രക്കാർ ജെറുസലേമിന് എതിരായി യുദ്ധം ചെയ്തു. അത് പിടിച്ചടക്കി അതിലെ നിവാസികളെയും വാളിനിരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തു. അതിനുശേഷം യൂദാഗോത്രം നെഗബിൽ മലയോരങ്ങളിലും താഴ്വരകളിലും താമസിച്ചിരുന്ന കാനാന്യരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഹെബ്രോണിൽ താമസിച്ചിരുന്ന കാനാന്യരോട് അവർ യുദ്ധം ചെയ്ത് ഹെബ്രോൺ പണ്ട് കിരിയാത്ത് അബ്ര എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ ഷേർഷായ്, ഹിമാൻ, തൽമായി എന്നിവരെ പരാജയപ്പെടുത്തി. പിന്നീട് അവൻ ദബീർ ദേശക്കാരോട് യുദ്ധം ചെയ്തു. ദബീറിന്റെ പഴയ പേര് കിരിയാത്ത് സേഫർ എന്നായിരുന്നു. കലേബ് പറഞ്ഞു, കിരിയാത്ത് സേഫർ ആക്രമിച്ച് കീഴടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകും. കലാബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്നിയെ ദേശം പിടിച്ചടക്കി. കലാബ് അക്സയെ അവനെ ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. അവൾ ഒത് നിലയിന്റെ അടുത്ത് ചെന്ന് തന്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ അവനെ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയ കലേബ് അവളോട് ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൾ പറഞ്ഞു, എനിക്കൊരു സമ്മാനം തരിക. നെഗബിലാണല്ലോ എന്നെ പാർപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഏതാനും നീർച്ചാലുകളും എനിക്ക് തരിക. കലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീർച്ചാലുകൾ വിട്ടുകൊടുത്തു. മോശയുടെ അമ്മായപ്പനായ കേന്യന്റെ പിൻഗാമികൾ യൂദാഗോത്രക്കാരോട് കൂടി യൂദാക്കന്മാരുടെ നഗരത്തിൽ നിന്ന് നെഗബിൽ ആരാധന സമീപമുള്ള യൂദാ മരുഭൂമിയിലേക്ക് പോയി. അവർ അവിടെ എത്തി. അവിടുത്തെ ജനങ്ങളോടൊത്ത് ജീവിച്ചു. അതിനുശേഷം യൂദാ സഹോദരനായ ശിമെയോനൊത്ത് പുറപ്പെട്ട് സെഫാത്ത് നിവാസികളായ കാനാന്യരെ പരാജയപ്പെടുത്തിയതിനു ശേഷം നശിപ്പിച്ചു. അങ്ങനെ പട്ടണത്തിന്റെ ഹോർമ എന്ന പേര് ലഭിച്ചു. ഗാസ, അഷ്കലോൺ, എക്രോൺ എന്നിവയും അവയുടെ പ്രദേശങ്ങളും യൂദ കൈവശപ്പെടുത്തി. കർത്താവ് യൂദയുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ മലപ്രദേശങ്ങൾ കൈവശമാക്കി. പക്ഷേ താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരെ തുരത്താൻ അവർക്ക് കഴിഞ്ഞില്ല. മോശ പറഞ്ഞതുപോലെ ഹെബ്രോൺ കലേബിന് കൊടുത്തു. അവിടെ നിന്ന് അനാക്കിന്റെ 3 പുത്രന്മാരെ അവൻ പുറത്താക്കി. ബെഞ്ചമിന്റെ ഗോത്രക്കാർ ജെറുസലേം നിവാസികളായ ജബസ്യരെ പുറത്താക്കിയില്ല. അതിനാൽ ജബസ്യർ ബെഞ്ചമിൻ ഗോത്രക്കാരോടൊപ്പം ജെറുസലേമിൽ ഇന്നും താമസിക്കുന്നു. ജോസഫിന്റെ ഗോത്രം ബെതേലിനെ തിരെ പുറപ്പെട്ടു. കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവർ ബത്തേൽ ഒറ്റുനോക്കാൻ ആളയച്ചു. ലൂസ് എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരിക്കുന്നത്. നഗരത്തിൽ നിന്ന് ഒരാൾ വെളിയിലേക്ക് വരുന്നത് ചാരന്മാർ കണ്ടു. അവർ അവനോട് പറഞ്ഞു, നഗരത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരിക, എങ്കിൽ നിശ്ചയമായി ഞങ്ങൾ നിന്നോട് ദയാപൂർവ്വം വർത്തിക്കും. അവൻ അവർക്ക് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അവർ നഗരത്തെ വാളിനിരയാക്കി. എന്നാൽ അവനെയും അവന്റെ കുടുംബത്തെയും വെറുതെ വിട്ടു. അവൻ ഹിത്യരുടെ നാട്ടിൽ ചെന്ന് അവിടെ ഒരു നഗരം പണിതു. ലൂസ് എന്ന് അതിന് പേരിട്ടു. ഇന്ന് ആ പേരിൽ അത് അറിയപ്പെടുന്നു. ബേത്ത്ശായ, താനാക്, ദോർ, ഇബ്ലൈം, മെഗീദോ എന്നീ പട്ടണങ്ങളിലെയും അവയുടെ ഗ്രാമങ്ങളിലെയും നിവാസികളെ മനാസെ പുറത്താക്കിയില്ല. കാനാന്യരെ ആ ദേശത്ത് തുടർന്ന് ജീവിച്ചു പോന്നു. ഇസ്രായേൽക്കാർ പ്രബലരായിരുന്നപ്പോൾ കാനാൻകാരോട് കൊണ്ട് അടിമവേല ചെയ്യിപ്പിച്ചു. അവരെ തീർത്തും പുറത്താക്കിയില്ല. എഫ്രൈം ഗോത്രം ഗെസർ നിവാസികളായ കാനാന്യരെ പുറത്താക്കിയില്ല. അതുകൊണ്ട് കാനാന്യർ ഗെസറിൽ അവരുടെ ഇടയിൽ താമസിച്ചു. സെബലൂൺ ഗോത്രം ചിത്രോൺ, സഹലോൻ എന്നീ നഗരങ്ങളിലെ നിവാസികളെ പുറത്താക്കിയില്ല. കാനാൻകാർ അടിമകളായി അവരുടെ ഇടയിൽ ജീവിച്ചു. അക്കോ, സിദോൻ, അഹലബ്, അക്സിബ്, ഹെർബ, അഫിക്, റാഹോബ് ഇവിടങ്ങളിലെ നിവാസികളെ അശേർ പുറത്താക്കിയില്ല. അങ്ങനെ അശേർ ഗോത്രക്കാർക്ക് ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചു. ബേസ്ഥാനിലെയോ നിവാസികളെ നഫ്തലേം ഗോത്രം പുറത്താക്കിയില്ല. അവർ തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ താമസിച്ചു. ബേതനാത്തിലെയും നിവാസികൾ അവർക്ക് അടിമകളായി തീർന്നു. അമരോര്യർ ദാൻ ഗോത്രത്തെ മലപ്രദേശത്തേക്ക് തള്ളിവിട്ടു. താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് അവരെ അനുവദിച്ചില്ല. അമരോര്യർ ഹാർഹസിലും അയാലോണിലും ഷാൽബീമിലും താമസം തുടർന്നു. എന്നാൽ ജോസഫിന്റെ ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടു. അവർ അടിമകളായി തീർന്നു. അമരോര്യരുടെ അതിർത്തി സേല മുതൽ മുകളിലേക്ക് അക്രാബീം കയറ്റം വരെയായിരുന്നു. ദേശം നാം കേട്ടത് നമുക്ക് സ്തുതി.